ആവേശം നല്ലതാണ്, പക്ഷേ അത് അതിര് കടന്നാൽ എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ വിജയം ഉറപ്പിച്ചത് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ബൗണ്ടറിയോടെയായിരുന്നു. ആ പന്ത് പക്ഷേ ബൗണ്ടറിയിലേക്ക് നീങ്ങി തുടങ്ങിയതോടെ എല്ലാവരും ആവേശത്തിൽ മതിമറക്കുന്നുണ്ട്. എന്നാൽ ആ പന്ത് ബൗണ്ടറിയിൽ എത്തുന്നതിന് മുമ്പ് തന്റെ ആഘോഷം തുടങ്ങിയ ഒരാളുണ്ടായിരുന്നു, പേരിൽ തന്നെ ആവേശമുള്ള ആവേശ് ഖാൻ. ജയദേവ് ഉനദ്ഘട്ടിന്റെ 20ാം ഓവറിൽ 2 പന്തിൽ 1 റൺസ് വേണ്ടിയിരുന്നപ്പോൾ ഋഷഭ് പന്ത് ഉനദ്ഘട്ടിനെ ലോങ് ഓഫിലേക്ക് ബൗണ്ടറി പായിക്കുന്നു. എന്നാൽ ഈ പന്ത് ബൗണ്ടറിയിൽ എത്തുന്നതുവരെ കാത്തിരിക്കാതെ ഡഗ്ഔട്ടിൽ നിൽക്കുകയായിരുന്ന LSGയുടെ പേസ് ബോളർ ആവേശ് ഖാൻ ബാറ്റ് കൊണ്ട് ഈ പന്ത് അടിച്ചകറ്റി ആഘോഷിക്കാൻ തുടങ്ങുന്നു. ഓർക്കണം, അപ്പോഴും പന്ത് ബൗണ്ടറി ലൈൻ കടന്നിരുന്നില്ല. ആവേശിന്റെ ഈ വിചിത്രമായ ആഘോഷം കണ്ട് അപ്പോൾ ടീമംഗങ്ങൾ തന്നെ തലയിൽ കൈവെക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അമ്പയറുടെ കണ്ണിൽ മാത്രം അത് പെട്ടില്ല. അമ്പയറുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ല. ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ LSGയുടെ വിജയം തന്നെ റദ്ദായനെ. ഗോയങ്കയുടെ മുഖത്തെ ആനന്ദാശ്രുക്ക് പകരം സങ്കടക്കടൽ അങ്ങ് ഇരച്ചു മറിഞ്ഞേനെ. സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ ഋഷഭ് പന്തിന്റെ ഒറ്റയാൾ പ്രകടനമാണ് ലക്നൌവിന് വിജയം സമ്മാനിച്ചത്. 52 പന്തിൽ നിന്നും 68 റൺസ് നേടി അദ്ദേഹം അവസാനം വരെ പിടിച്ചു നിന്ന് ഒരു ക്യാപ്റ്റൻസ് നോക്ക് കളിച്ചാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിംഗിൽ ഇറങ്ങി പരാജയപ്പെട്ട പന്ത് ഏറെ വിമർശനങ്ങൾ കേട്ടിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ കളി കൈവിടുമെന്ന ഘട്ടത്തിൽ നിന്നാണ് ഋഷഭ് പന്ത് മികച്ച ഫോമോടെ കളിയെ ഡീപ്പിലേക്ക് കൊണ്ടുപോയതും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും. ഒരറ്റത്ത് വിക്കറ്റുകൾ പൊഴിയുമ്പോഴും പന്ത് പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ അവസാന ഓവറിൽ 3 ബൗണ്ടറികൾ നേടിയിട്ടാണ് ഋഷഭ് പന്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതിൽ 3ാമത്തെ ബൗണ്ടറി അഥവാ വിജയ റണ്ണാണ് ആവേശിന്റെ ആവേശത്തിൽ കുടുങ്ങിയത്. എതിർ ടീമായ SRH പരാതി നൽകുകയോ അമ്പയർമാർ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ മാത്രം ആവേശും അതുപോലെ ലക്നൗ ടീമും ആ സമയത്ത് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇനി അഥവാ ആ സമയത്ത് അമ്പയർ ഇടപെട്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ വഷളാകുകയും ടീമിന് LSGക്ക് വലിയ നഷ്ടം വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ ടീമിന് വിജയം പോലും നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. ക്രിക്കറ്റ് നിയമങ്ങൾ പ്രകാരം ബാറ്റിംഗ് ടീമിലെ ഒരാൾ ബൗണ്ടറി ലൈൻ എത്തുന്നതിന് മുമ്പ് പന്ത് കൺട്രോൾ ചെയ്തതിനാൽ അല്ലെങ്കിൽ പന്ത് നിർത്തുകയോ മറ്റോ ചെയ്താൽ ആ ഡെലിവറിയെ ഡെഡ് ബോളായി കണക്കാക്കാമായിരുന്നു. MCC നിയമം 20.4.2 പ്രകാരം കളിക്കളത്തിൽ പുറത്തുനിന്നുള്ള ഒരാൾ കളിയിൽ ഇടപെട്ടാൽ ആ ഡെലിവറിയെ ഡെഡ് ബോളായി കണക്കാക്കും. അതിനൊപ്പം തന്നെ 5 റൺസ് പിഴയും വിധിച്ചേനെ. സത്യത്തിൽ SRH അപ്പീൽ നൽകാത്തത് കൊണ്ടും അമ്പയർമാർ പോലും ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടും മാത്രമാണ് ഇതൊരു പ്രശ്നമാവാതെ പോയത്. മാച്ച് ഒഫീഷ്യലുകൾ ഈ പ്രശ്നം അവഗണിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ക്യാമറകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നം ശ്രദ്ധിക്കപ്പെടാതെയും പോകുമായിരുന്നു. ബൗണ്ടറി ലൈനിന്റെ അടുത്ത് ഒരു SRH കളിക്കാരനും ഇല്ലായിരുന്നു എന്നതും ബൗണ്ടറി മാർക്കിൽ പന്ത് തടയുന്നതിൽ നിന്നും ആവേശിന്റെ പ്രവൃത്തി ഒരു ഫീൽഡറെയും തടഞ്ഞില്ല എന്നതും ന്യായമായി ചിലപ്പോൾ പറയാൻ കഴിഞ്ഞേക്കാം. എങ്കിലും ആവേശിന്റെ ആവേശം ഈ മത്സരത്തിൽ റിഡിക്കുലസ് ആയിരുന്നു എന്ന് തന്നെയാണ് ഭൂരിഭാഗം കളിപ്രേമികളും പറയുന്നത്. IPL ഗവേണിംഗ് കൗൺസിൽ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പിഴ ചുമത്തുമോ അല്ലെങ്കിൽ കളിക്കാരന് ഒരു മത്സരത്തിൽ നിന്നെങ്കിലും വിലക്കുമോ എന്ന് ഇനി കണ്ടറിയണം. ഒരു മത്സരത്തിൽ നിന്നും വിലക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ആവേശനാണെങ്കിൽ ഇങ്ങനെയുള്ള ആവേശ പ്രകടനങ്ങൾ പുത്തരിയൊന്നുമല്ല. ഇത്തരം ആവേശം പലപ്പോഴും അതിര് കടന്ന് വിലക്ക് നേരിട്ട അനുഭവവും ആവേശത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 സീസൺ മുമ്പ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ വിജയ റൺസ് അടിച്ചതിന് ശേഷം നടത്തിയ ആഘോഷ പ്രകടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിഴ വിധിച്ചിരുന്നു. അന്ന് വിജയിച്ചതിന് പിന്നാലെ ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞായിരുന്നു ആവേശ് ഖാന്റെ ആഘോഷമുണ്ടായത്. അന്ന് ബാംഗ്ലൂരിനെതിരായ ആവേശ മത്സരത്തിൽ അവസാന പന്തിലാണ് ലക്നൗ വിജയിച്ചത്. വിരാട് കോഹ്ലിയുടെയും ഡൂപ്ലസിയുടെയും മാക്സ്വലിന്റെയും മികവിൽ 212 റൺസുകൾ പടുത്തുയർത്തിയ ബാംഗ്ലൂരിന് പക്ഷേ ലക്നൌവിന്റെ ചേസിംഗിൽ പിഴക്കുന്നു. അവസാന പന്ത് വരെ നീണ്ടുനിന്ന മത്സരത്തിൽ ലക്നൌവിന്റെ വിജയം 1 വിക്കറ്റിനായിരുന്നു. അതിനാണ് ആ വിജയത്തിന്റെ ശേഷമാണ് ആവേശത്തിലായിരുന്ന ആവേശത്തോടെ ഹെൽമെറ്റ് താഴെ എറിഞ്ഞതും അതൊരു സംഘർഷത്തിലേക്ക് നീണ്ടതും. നമുക്കറിയാം, അതിനുശേഷമാണ് ലക്നൌവിന്റെ കോച്ചും അതുപോലെ RCBയുടെ ക്യാപ്റ്റനുമായിരുന്ന വിരാട് കോഹ്ലിയും തമ്മിലുള്ള സംഘർഷമൊക്കെ ആ സീസണിൽ കൊടുമ്പിരി കൊണ്ട സമയമായിരുന്നത്. ആവേശ് ഖാന്റെ ഈ ഒരു ആവേശമായിരുന്നു ഇതിൻ്റെയൊക്കെയും വഴിമരുന്നിട്ടത്. അപ്പോൾ ആവേശ് ഖാന്റെ ആവേശം ഒരുപക്ഷെ ലക്നൌവിന് ഒരു മത്സരം പോലും തോൽക്കാൻ കാരണമായനെ. കഴിഞ്ഞ ദിനം അത് അമ്പയർമാർ വേണ്ട വിധത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ, ആ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ.